ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. ഈ വർഷത്തെ റോട്ടറി ഇന്റർനാഷണൽ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് 4 പതിറ്റാണ്ടിലേറെ കാലമായി വടകരയിൽ പത്രവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സി സുബ്ബയ്യന് നൽകാൻ തീരുമാനിച്ചതായി വടകര റോട്ടറി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വടകര പാർക്കോ ഇക്ര ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തും. ഈ വ്യാഴാഴ്ച ഫെബ്രുവരി 29 ഒരു വൃക്കരോഗ നിർണയ ക്യാമ്പ് സൗജന്യമായി നമ്മൾ പാർക്കോ ഇക്ര ഹോസ്പിറ്റലിൽ കൂടെ സംഘടിതമായി നമ്മൾ നടത്തുന്നുണ്ട്. രാവിലെ ഒരു 10 മണി മുതൽ 1 മണി വരെ ഈ ക്യാമ്പിന് വേണ്ടി ആളുകൾ എത്തുന്നതായിരിക്കും. അതുപോലെ വടകര റോട്ടറിയുടെ ഞാൻ പറഞ്ഞില്ല, 1985 നമ്മൾ ആദ്യമായി വടകര റോട്ടറി തുടങ്ങിയത്. അത് മാർച്ച് 5 അപ്പോൾ നമ്മുടെ സ്ഥാപക ദിനമായ മാർച്ച് 5 വടകര റോട്ടറിയുടെ ചാർട്ടർ ഡേ ആണ്. അത് വിപുലമായ പരിപാടികളോടുകൂടി നമ്മൾ IMA ഹാളിൽ വെച്ച് ഈ മാർച്ച് 5 ആഘോഷിക്കുന്നതായിരിക്കും. ആ ദിവസം തന്നെ നമ്മൾ റോട്ടറി നടത്തിക്കൊണ്ടിരിക്കുന്ന വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് എന്ന് പറയുന്ന ഒരു അവാർഡുണ്ട്. അത് സാമൂഹ്യ രംഗത്തോ അല്ലെങ്കിൽ തൊഴിൽപരമായോ മുന്നിട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിലെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 40 വർഷമായി വടകരയിൽ പത്രവിതരണ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സുബ്ബയ്യ എന്നുള്ള ആ വ്യക്തിയെ ആദരിക്കുവാനാണ് വടകര റോട്ടറി തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് കോളേജ് ക്യാമ്പസുകളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്, റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ച് ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ബോധവൽക്കരണം, എക്സൈസ് വകുപ്പുമായി ചേർന്ന് മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കൽ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാർച്ച് 5 വൈകിട്ട് 7 മണിക്ക് റോട്ടറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകും. പ്രമുഖ നിരൂപകൻ സജയ് KV ചടങ്ങിൽ മുഖ്യാതിഥിയാവും. വാർത്താസമ്മേളനത്തിൽ റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ PM സലീം, സെക്രട്ടറി നൌഷീദ് അനി, PRO K ചന്ദ്രൻ, കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ PP രാജൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.